സാംസങ് A36 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A36 5G എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് A36 5Gയിൽ 6.64 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. ഇതിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു 5G പ്രോസസ്സറാണ്. 5G സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 14ഓളം 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ NFC സപ്പോർട്ടൊക്കെ വരും. ആൻഡ്രോയിഡ് 15 ബേസിലുള്ള 1 year സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ പൊതുവേ സാംസങ്ങിൻ്റെ ഫോണുകളിൽ കുറച്ചധിക കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കാണാറുണ്ട്. അപ്പം ഈ ഒരു ഫോണിലും കുറച്ചധിക കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇതിൽ OSന്റെ സപ്പോർട്ട് വരും. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 5 MP മാക്രോ ലെൻസും ഇതിൽ വന്നേക്കാം. ഫ്രണ്ടിൽ 12 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടായിരിക്കും വരിക എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. മുമ്പ് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുമെന്നാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ മിക്കവാറും ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് വേറെ മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യമൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മാർച്ചിലൊക്കെ ആയിട്ട് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും സാംസങ്ങിൻ്റെ A35 5G എന്ന ഫോണിൻ്റെ സക്സസർ ആയിട്ടായിരിക്കും ഈ ഫോൺ വരിക. A35 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ഒരു 25,000 അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ച ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും സാംസങ്ങിൻ്റെ A സീരീസിൽ വരുന്ന ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.